ഹലോ ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, ഇന്നൊരു പായസം വെക്കണ വീഡിയോ ആണ് കേട്ടോ. ചെറുപയർ പായസം. പെട്ടെന്ന് എനിക്കൊരു പായസം കുടിക്കാൻ പൂതി തോന്നി. അപ്പം ഉണ്ടാക്കിയ പായസാണ്. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാലാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം കിട്ടത്തുള്ളൂ. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഞാനും അങ്ങോട്ട് എൻ്റെ പരമാവധി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓണത്തിന് വാങ്ങിക്കൊടുന്ന കേട്ടോ ഈ ചെറുപയർ പരിപ്പ്. അപ്പോൾ ഓണത്തിനൊന്നും പായസം വെച്ചില്ല. അപ്പം നമുക്കിന്ന് പായസം വെക്കാം. ഇതിനൊരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറിയ കപ്പാണ്. നമുക്കിതൊന്ന് വറുത്ത് എടുക്കാം. ഇതിൽ നെയ്യോ കാര്യങ്ങളോ ഒന്നും ഒഴിക്കണില്ല കേട്ടോ. വെറുതെ പ്ലെയിൻ ആയിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിത് കഴുകിയിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഒരു ലൈറ്റ് കളർ മാറുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്ന് കളർ മാറിയതും ഞാൻ നിർത്തിയിട്ടോ. ചെറിയൊരു കളർ മാറിയിട്ടേ ഉള്ളൂ. നന്നായിട്ട് വറുത്തെടുക്കൊന്നും വേണ്ട. ഇതായിട്ടൊന്ന് മാറിയപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. ഇനി ഇതൊന്ന് കഴുകിയെടുക്കട്ടെ. നമ്മളുണ്ടല്ലോ അത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചിട്ടേ ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ ഇത് രണ്ടാം പാലാണ്. ഒന്നാം പാല് മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്നാം പാലിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിഴിയുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് എടുക്കുക. ഇതപ്പോൾ ഒന്നും കൂടി ലൂസാക്കിയിട്ട് നമ്മളിത് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. രണ്ടാം പാല് ഞാൻ മുഴുവനും എടുത്തിട്ടില്ല കേട്ടോ. ഒരു ഗ്ലാസ് ബാക്കി ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ മേലെ നിൽക്കണ രീതിയിൽ ഞാൻ പാലൊഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 4 വിസിൽ 5 വിസിൽ വരട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യാം. ഓണത്തിന് പ്രാവശ്യം പായസം ഉണ്ടാക്കിയില്ല കേട്ടോ. ഞാൻ ഉത്രാടത്തുനിന്ന് അങ്ങോട്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ പിന്നെ പായസമൊന്നും വെക്കാൻ നിന്നില്ല. വെള്ളത്തിൽ നിന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പം അനുഭവിച്ചു ഗൈസ്. ഇതിൻ്റെ ഇവിടുത്തെ ആ സാധനമില്ലേ, കറുപ്പ് കളറ്, അത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ശ്രദ്ധിക്കാതെ സ്റ്റൗവിൽ വെച്ചു. അങ്ങനെ തെറിച്ച് പോയി. 4 പറവായി. പക്ഷെ എന്തൊരു കഷ്ടമാണ് പറയണു. ഇതാണ് പറയണല്ലേ, പണിപാലും വെള്ളത്തിൽ. വീണ്ടും ഞാൻ ഒന്നും കൂടി വെച്ചിട്ടുണ്ട്. ആ വിസിലൊക്കെ ഇട്ടിട്ട് 2 വിസിലും കൂടി അടിക്കട്ടെ. ഹലോ ഗൈസ്, അപ്പം നമ്മളുടെ പായസം പരിപ്പ് വേവിച്ചിട്ട് ഞാൻ വേറെ പാത്രത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു. അതേപോലെ 3 അച്ച് വലിയ ശർക്കരയാണ് കേട്ടോ. അപ്പം ഞാൻ 3 അച്ച് ശർക്കര ഇട്ടിട്ടുണ്ട്. ഈ ശർക്കര ഇതിൽ കടന്ന് അലിഞ്ഞ് ഇതിൽ ചേർന്ന് വരണം. അപ്പയ്ക്കും മനുഷ്യൻ്റെ കൊതിയൊക്കെ പോകും. പഴഞ്ചൊല്ലില്ലേ, ഇറച്ചിക്ക് പോയ വിറച്ചും ചത്തു, വീട്ടിലിരുന്ന നുണഞ്ഞും ചത്തു. ആ സ്ഥിതിയാണ്. ഇതിപ്പാവും പാവും പറഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരമായി. കൊതിയായിട്ട് പോയി എനിക്ക്. ഇപ്പയ്ക്ക് കുടിക്കേണ്ട പൂതി അങ്ങോട്ട് പോയി കിട്ടുമ്പോ. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ പകുതിയായി ഗൈസ്, മുഴുവനായിട്ടില്ല. അപ്പോൾ ശർക്കരയൊക്കെ ഇതിൽ ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാലൊഴിക്കാം. ഒന്നാം പാലൊഴിക്കാൻ പോവുകയാണ്. ഇളക്കാം. ഓക്കേ, ഇനി ഒന്ന് ചെറുതായിട്ട് തിള വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഏലക്കായ 2 പൊടിച്ചെടുക്കാം കേട്ടോ. പണ്ടൊക്കെ ഏലക്കായ അടുപ്പ് കണ്ണിയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമ്മിയിലിട്ടിട്ട് ഇങ്ങനെ ചതച്ചാൽ നേരെ പൊടിഞ്ഞ് കിട്ടുമായിരുന്നു. ഇപ്പോൾ അടുപ്പിൻ്റെ അടുത്തിടാൻ അടുപ്പൊന്നുമില്ല. അപ്പം നമ്മൾ വെറുതെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നമുക്കിടാം. ഇതൊന്ന് തിളച്ചോട്ടെ കേട്ടോ.
ഇത് കറക്റ്റ് ഒന്നാം പാലൊന്നും അല്ല, ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ടേ. അപ്പൊ ഇതൊന്ന് തിളച്ചോട്ടെ. എന്നപ്പോ ഞാൻ ഓഫാക്കിട്ടോ. ഇനി കുറച്ച് നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇല്ല ഗൈസ്, അണ്ടിപ്പരിപ്പ് ഉണ്ട്, പിന്നെ ഞാൻ വേണ്ട വെച്ചു. കുട്ടികൾക്കൊക്കെ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇല്ലാത്ത സംഭവമാണ്, പായസമൊക്കെയാണ് ഇഷ്ടം. അപ്പം അവർക്കുമായി ഇല്ലേ, അണ്ടിപ്പരിപ്പ് ഇരിക്കുന്നുണ്ട് കുറച്ച്, അപ്പോൾ വെറുതെ അത് ഇതാക്കണ്ടല്ലോ. അപ്പം നമുക്ക് ഇങ്ങനെ പായസം വെക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ കൊതി വരുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റിയ പായസമാണ്.